ഹലോ, സ്റ്റോക്ക് മാർക്കറ്റിലെ അപ്പർ സർക്യൂട്ട്, ലോവർ സർക്യൂട്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? ശരിക്കും അതെന്താണ്? അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുമായിട്ട് അപ്പർ സർക്യൂട്ട് തന്നെ നോക്കാം. ഒരു ദിവസം ഒരു ഷെയറിൻ്റെ വില എത്രയും പോകാൻ പറ്റും, മാക്സിമം എത്രയും പോകാൻ പറ്റും. അതാണ് ആ ഒരു ഷെയറിൻ്റെ അപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷെയറിൻ്റെ വില 100 രൂപയാണ്. 100 രൂപയുള്ള ഒരു ഷെയറിൻ്റെ അപ്പർ സർക്യൂട്ട് 10% ആണെന്ന് വെച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഷെയറിൻ്റെ അന്നത്തെ പ്രൈസ് മാക്സിമം 110 വരെ പോവുള്ളൂ. അപ്പം ഈ 110 എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ വാങ്ങാൻ ആൾക്കാരുണ്ടാവും, വിൽക്കാൻ ആൾക്കാരുണ്ടാകത്തില്ല. ഫുള്ള് ബയേഴ്സ് ആവും. നോക്കിയാൽ മതി, ആ ബയേഴ്സ് സെല്ലേഴ്സിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഗ്രാഫിൽ ബയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, സെല്ലേഴ്സ് ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ ലോവർ സർക്യൂട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഒരു ഷെയറിൻ്റെ വില ഏറ്റവും താഴത്തേക്ക് ഒരു ദിവസം എത്രയും പോകാവോ അതാണ് അതിൻ്റെ ലോവർ സർക്യൂട്ട്. സെയിം ഇങ്ങനെ നോക്കിയാൽ 100 രൂപ വിലയുള്ള ഒരു ഷെയറിൻ്റെ ലോവർ സർക്യൂട്ട് 10% ആണെന്നുണ്ടെങ്കിൽ അത് 90 രൂപ വരെ പോവുള്ളൂ അന്നത്തെ ദിവസം. 90 താഴേക്ക് പോകില്ല. 90 എത്തുന്ന സമയത്ത് എല്ലാവരും മേടിക്കാൻ തയ്യാറാണ്, പക്ഷേ വിൽക്കാൻ ആരും ഉണ്ടാകത്തില്ല. അതിന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ സർക്യൂട്ടിൽ എന്താണ്, ബയേഴ്സ് കൂടുതലായിരിക്കും, ലോവർ സർക്യൂട്ടിൽ സെല്ലേഴ്സ് കൂടുതലായിരിക്കും. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നോർമലി 5%, 10%, 20% ഇങ്ങനെയായിരിക്കും ലോവർ സർക്യൂട്ട്, അപ്പർ സർക്യൂട്ട് ഉണ്ടാവുക. ഏത് എക്സ്ചേഞ്ചിലാണോ ട്രേഡ് ചെയ്യുന്നത് ആ എക്സ്ചേഞ്ച് ആയിരിക്കും തീരുമാനിക്കുന്നത് അതിൻ്റെ ലോവർ സർക്യൂട്ട് അല്ലെങ്കിൽ അപ്പർ സർക്യൂട്ട് എത്ര പെർസെൻറ്റേജ് വേണം, അത് എത്ര ടൈം വേണം എന്നുള്ളത്. അപ്പർ സർക്യൂട്ടിൽ ലോവർ സർക്യൂട്ട് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ അടിച്ചെന്ന് വെച്ചു, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പാനിക് ആവരുത് എന്നുള്ളതാണ്. അപ്പർ സർക്യൂട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് അപ്പർ സർക്യൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നമ്മുടെ കയ്യിലുണ്ട്, ഉണ്ടെങ്കിൽ നമുക്കത് പ്രോഫിറ്റ് ആയിരിക്കും. ഇനി നമ്മുടെ കയ്യിൽ ആ സ്റ്റോക്ക് ഇല്ല, അപ്പർ സർക്യൂട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിച്ചു, ഉടനെ ചാടിക്കറി മേടിക്കരുത്. അത് ഒരുപക്ഷെ ഒരു പമ്പാണ്ടമ്പോ എന്തെങ്കിലും പരിപാടി ആയിരിക്കാം, കാര്യം അപ്പോൾ നമ്മുടെ ഫണ്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മുടെ കയ്യിലുള്ളൊരു സ്റ്റോക്ക് ലോവർ സർക്യൂട്ട് അടിച്ചെന്ന് വന്നിട്ട് നമ്മളത് പേടിച്ച് വിൽക്കരുത്. നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത് ആ സ്റ്റോക്കിനെ ഒന്ന് അനലൈസ് ചെയ്യുക, അതിൻ്റെ ടെക്നിക്കലിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അത് ഒരു സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്കാണോ, താഴേക്ക് പോയിട്ട് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക. കാര്യം നമ്മൾ ഓൾറെഡി നഷ്ടത്തിലാണ്, അപ്പോൾ നമ്മൾ നഷ്ടത്തിൽ കളയേണ്ട ആവശ്യമില്ല. സ്ട്രെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് വീണ്ടും ആവറേജ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഇനി അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപേക്ഷിക്കാം.